Hello everyone. Today I'm gonna speak about my review of my lab exam, zoology. നല്ല സിമ്പിളായിരുന്നു, അത്ര വലിയ ടഫായി തോന്നിയില്ല. ബിക്കോസ് ദ ടീച്ചർ വാസ് വെരി കാം. അപ്പം അത്ര വലിയ ടെൻഷനുള്ള പോലെ തോന്നിയില്ല. ഷി വാസ് വെരി സ്വീറ്റ്. നമ്മളെ ലാബിൻ്റെ ടീച്ചറായാലും നമ്മളെ ക്ലാസ് സുവോളജീൻ്റെ ടീച്ചറായാലും ഷി വാസ് വെരി കാം അബൌട്ട് ഇറ്റ്. പൊതുവേ മിസ് അങ്ങനെയല്ല, പക്ഷേ ഇപ്രാവശ്യം നല്ല ഒരു ഇതിലായിരുന്നു മിസ്സ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ലാബ് നല്ല സ്മൂത്തായിപ്പോയി. ഞാൻ ഉപയോഗിച്ച സ്റ്റഡി മെറ്റീരിയൽസും അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് വെരി കാം ആക്ച്വലി. നമ്മൾ ആരിങ്ങനെ ഹറിബറി പോലെ നോക്കിയില്ല, ഓരോ ആൾക്കാരെ സമാധാനത്തിൽ ഇങ്ങനെ പോയി. ഞാൻ കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ പറഞ്ഞത് കുറച്ച് ഹറിബറായി തോന്നി. ഇങ്ങനെ കുട്ടികൾ വന്നു, ദാറ്റ്സ് ബിക്കോസ് ദേ മൈറ്റ് ബി നെർവസ് കൊണ്ടായിരിക്കും. നല്ല എക്സൈറ്റഡ് ആയിരുന്നു എക്സാം എഴുതിക്കാൻ. ഫുള്ള് കിട്ടുമെന്നില്ല ഭയങ്കര ഉറപ്പായിരുന്നു. അത്ര വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എൻ്റെ സ്റ്റഡി റുട്ടീൻ എന്താ. ഞാൻ ഒരു സമയത്ത് ഇരുന്നാൽ ഒരു ടൈമർ വെക്കും, പൊമഡോറോ ടെക്നിക്കില്ലേ, അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യൽ. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ പകുതി സ്ട്രെസ്സ് പോകും. മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയം 45 മിനിറ്റ്സ് ആണെങ്കിൽ ആ 45 മിനിറ്റ്സ് ഞാൻ ഫുള്ളി കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ 10 മിനിറ്റ് ബ്രേക്കിലായിരിക്കും വെള്ളം കുടിക്കാനും ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ 10 മിനിറ്റ്സ് ഞാൻ വെറുതെ ഡൂം സ്ക്രോൾ ചെയ്യൂല. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കാം. കൂടുതലും ക്ലാസ്സസ് കാണൽ കുറവാണ് ലാബിൻ്റേത്. ഞാൻ പഠിച്ചത് മിസ്സ് തന്ന റെക്കോർഡും പിന്നെ അത് തന്നെയാണ്. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടിയില്ല, മിസ്സ് വാങ്ങി വെച്ചത്. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉണ്ടാവുക, അവരവിടെ നിന്ന് കാണിക്കുകയും ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അവിടെ കാണിക്കാം. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സാം ഫോർ മീ. നാളത്തതാണ് ഇനി പേടി. എനിക്ക് വരയ്ക്കാൻ ചോദിച്ചത് വിസറ ഓഫ് ഫ്രോഗാണ്, പിന്നെ ചീക്ക വന്ന്. ഐ തിങ്ക് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ചീക്ക് തന്നെ വരാം. ബ്ലഡ് വരാൻ ചാൻസ് കുറവാണ്. ചീക്ക് തന്നെ വരാം എല്ലാ സ്കൂളിലും. എനിക്ക് തോന്നുന്നു കുറേ സ്കൂളിൽ സുവോളജി കഴിഞ്ഞു. ഐ തിങ്ക് ഐ എം ലേറ്റ്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ തുടങ്ങി. ആൻഡ് ഐ വാസ് വെരി നെർവസ്. പക്ഷേ ഇപ്പം ഓക്കെ. ഐ എം വെരി ഷുവർ ദാറ്റ് ഐ വിൽ ഗെറ്റ് എ റിയലി ഗുഡ് മാർക്ക്. കുറേ കുട്ടികൾ നെർവസ് ആയിരുന്നു, പക്ഷേ ഇൻവിജിലേറ്റർ പാവായതുകൊണ്ട് അത്ര പ്രശ്നം തോന്നിയില്ല. പിന്നെ കാണിച്ചത് മസിൽ ടിഷ്യൂ കാണിച്ചത് സ്ട്രൈഗേറ്റ് മസിലായിരുന്നു. പിന്നെ കാണിച്ചത് ബ്ലാസ്റ്റുല കാണിച്ചത്, TS ഓഫ് ബ്ലാസ്റ്റുല. പിന്നെ വന്നത് പ്ലാസ്മോഡിയം, പിന്നെ ഹൈഡ്ര, റാബിറ്റ്, ഹാർട്ടിൻ്റെ അയോട്ട, പിന്നെ ജോയിൻ്റ് വന്നത് പൈവോട്ട് ജോയിൻ്റ് ആയിരുന്നു. ഓവറോൾ ഇറ്റ് വാസ് എൻ ഈസി എക്സ്പീരിയൻസ്. മീൻസ് എല്ലാം ഞാൻ പഠിച്ചതേ വന്നിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും ചോദിക്കാനില്ല. പിന്നെ വൈവ മിസ് സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പ്രോട്ടീൻ്റെ ഇതുണ്ടാകും, ബയോട്ടിക് ടെസ്റ്റ്. പിന്നെ വന്നത് എനിക്ക് ചെയ്യാൻ വന്നത് സ്റ്റാർച്ചിൻ്റെ, അത് അയോഡിൻ, ഗ്ലൂക്കോസ് അയോഡിൻ. ഓവറോൾ നല്ലൊരു എക്സാം ആയിരുന്നു. ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് ടു ബി നെർവസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഇങ്ങനെ നെർവസ്നെസ് വന്നാൽ നമ്മളൊന്നിലും ഇതാവില്ല. ഹറിബറി ഉണ്ടാവും, അത് നിങ്ങളെ ടീച്ചറുടെ മൂഡ് അനുസരിച്ചായിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ കാം കയറാൻ മുന്നിൽ. മീൻസ് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ചൊക്കെ ഐ വാസ് ഓൾസോ നെർവസ്. പക്ഷേ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പഠിച്ചതാണെങ്കിൽ ഇറ്റ് വാസ് വെരി ഗുഡ്. ഐ ഹോപ്പ് എവ്രി വൺ ഡസ് ദെയർ എക്സാം ആസ് വെൽ. താങ്ക് യു. നാളെ ബോട്ടണിയാണ്. ഐ ഹോപ്പ് ഐ കൻ ഡു വെൽ. ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.